ഒരാളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഈ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കവികളിലൂടെയും ഭാഷയെ സ്നേഹിക്കുന്നതിലൂടെയും ഒക്കെ അത് തുടരുമെന്നുള്ള ഒരു വല്ലാത്തൊരു ഒപ്റ്റിമിസമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് ഞാൻ പാർക്കുന്നിടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് കണക്റ്റ് ആവുന്നില്ല. അപ്പം അദ്ദേഹം ആ സംഭാഷണം അവസാനിപ്പിച്ചത് എൻ്റെ തോളിലിങ്ങനെ മൃദുവായൊന്ന് തൊട്ടിട്ട് പറഞ്ഞു, എവിടെങ്കിലും ഉണ്ടല്ലോ, അത് മതി. ഒരാളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഈ കൂട്ടത്തിൽ രേണുക ഇരിപ്പുണ്ട്. ഒരു വർഷം മുമ്പ് ഇങ്ങനെ രേണുകയുടെ അമ്മ നൈസ്വിലായിരുന്നു. ആ രാത്രിയിൽ രേണു വിളിച്ചിട്ട് പറഞ്ഞൊരു കുഞ്ഞു കാര്യമുണ്ട്. വീൽ ചെയറിൽ ഈ പുറത്തേക്ക് വരുന്നവരെ കാണുന്നപ്പോൾ പോലും അസൂയ തോന്നുന്നു. അവരുണ്ടല്ലോ. ഈ ദേശത്തിൻ്റെ ആചാര്യൻ, യുഗപുരുഷൻ, ഒരെറുമ്പിന് പോലും ഒരു പീഡ പോലും ഉണ്ടാവരുന്ന ഇങ്ങനെ കാംക്ഷിച്ച മനുഷ്യൻ രോഗപീഠകളിൽ ഇങ്ങനെ കിടന്നുലയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടൊരു ശിഷ്യന് ഈശ്വരവിശ്വാസം നഷ്ടമായി. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണത്. ശിഷ്യന് ഈശ്വരവിശ്വാസം നഷ്ടമാകുമ്പോഴും എന്തായിരിക്കും ആചാര്യം പറഞ്ഞിട്ടുണ്ടാവുക? തൻ്റെ പ്രാർത്ഥന അവസാനിക്കുന്നത് പോലെ ജ്ഞാനമായും ആനന്ദമായും സത്യമായും അങ്ങ് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. സുഖം സുഖം. അങ്ങനെ ആയിരിക്കണം ആചാര്യം ഇങ്ങനെ മടങ്ങിപ്പോയിട്ടുണ്ടാവുക. ഞാൻ വിചാരിക്കുന്നു സിദ്ധാന്തൻ മാഷ് ഇവിടെ ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സമാധാനം. ഭാഷയെ ഇത്രയും പുതുക്കി പണിത വേറൊരു മനുഷ്യനില്ല. ആ തലക്കെട്ട് 101% ശരിയാണ്. ഇങ്ങനെ അവിരാമം പറഞ്ഞു തീരുന്നില്ല, പുതുക്കി തീരുന്നില്ല, അവസാനിപ്പിക്കുന്നില്ല. തന്നില്ലാ തുടർച്ച അവസാനിക്കുമെന്നുള്ള തെറ്റിദ്ധാരണയില്ല. ഈ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കവികളിലൂടെയും ഭാഷയെ സ്നേഹിക്കുന്നതിലൂടെയും ഒക്കെ അത് തുടരുമെന്നുള്ള ഒരു വല്ലാത്തൊരു ഒപ്റ്റിമിസമുണ്ട്. മൈനസ് സിദ്ധാന്തൻ മാഷ് മലയാളം എന്തായിരിക്കും? അത് ഉണ്ട് എന്നുള്ളത് തന്നെ പ്രധാനത. അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഒരു പുതിയൊരു പുസ്തക സംരംഭത്തിൻ്റെ വേദിയിലെത്തുക, അവരുടെ അനവധിയായ ചോയ്സുകളിൽ ഏറ്റവും പ്രിയപ്പെട്ട തിരഞ്ഞെടുപ്പായിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകം മാറുക, അതിന് അദ്ദേഹം സമ്മതിക്കുക തുടങ്ങിയ വലിയ ബ്ലെസ്സിങ്സ് ഈ ഒരു സന്ധ്യയെ കുറേ കൂടി ഭംഗിയുള്ളതാക്കുന്നു. എന്തായിരുന്നു ഈ മാഷെന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ചെറിയ പ്രായം തൊട്ടേ വായിക്കുന്ന ഒരാളെന്ന നിലയിൽ ആലോചിച്ചെടുക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥായിയായ വികാരം? മനുഷ്യനെന്ന നിലയിൽ നമ്മുടെയൊക്കെ ഈ കബോർഡിൽ വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. എല്ലാവരും ഒരേ മൂലകങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. അനുപാതങ്ങൾ ചെറിയ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇങ്ങനെ കൂട്ടാണ് ജീവിതത്തെ വ്യത്യാസമുള്ളതാക്കി വരുന്നത്. അതുകൊണ്ടാണ് ഗുരുക്കന്മാരായിരുന്നു ഭൂമിയുടെ ഏറ്റവും നല്ല പാചകക്കാരെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത്. ബുദ്ധയൊക്കെ ഈ പാചകം പഠിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ പോലുള്ളതാണ്. ഈ ഉള്ളിലെ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ എത്ര അനുപാതത്തിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഇണക്കിയെടുക്കാൻ പറ്റും, വിളക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. എന്തായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രഡോമിനൻ്റ് ഒരു ഇമോഷൻ? എനിക്ക് തോന്നുന്നത് ലജ്ജയാണ്, ഷെയിം. മാർക്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു സമൂഹത്തിൻ്റെ മാറ്റം ആരംഭിക്കുന്നത് ആ സമൂഹത്തിൽ ചില മനുഷ്യർ ലജ്ജിച്ചു തുടങ്ങുമ്പോഴാണ്. അതൊരു വ്യക്തിപരമായ ലജ്ജയല്ല. താൻ പാർക്കുന്ന കാലത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, അതിൻ്റെ ഘടനയെക്കുറിച്ച്, അതിൻ്റെ മാമൂലുകളെക്കുറിച്ച്, അതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു മനുഷ്യൻ ലജ്ജ തുടങ്ങുന്ന ദിവസമാണ് അല്ലെങ്കിൽ ഭേദപ്പെട്ട മനുഷ്യനായിട്ട് മാറുക. കുറച്ചു കാലം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ
വന്നിട്ട് പറഞ്ഞ കണക്കാണ്, ഇങ്ങനെ ആണായിരിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. ലോകത്തെവിടെയും ഒരാണിന് നേരിടാവുന്ന ഏറ്റവും വലിയ ആരോപണം നീ ഒരാണാണെന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ ആരോപണം വേറെയില്ല. നീയും മറ്റൊരാണ് തന്നെ. അതിനേക്കാൾ അയാളുടെ മീതെ നിങ്ങൾക്ക് തറക്കാവുന്ന വേറൊരാണിയില്ല. ഈ മനുഷ്യനായിരിക്കുന്നതിൻ്റെ ലജ്ജയാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജീവിതത്തിലും കാവ്യജീവിതത്തിലും യാത്രകളിലുമൊക്കെ ഇങ്ങനെ ധാരയായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഫീലിംഗ് അഷെയിംഡ് ബീങ് എ മാൻ. മനുഷ്യൻ ഒരു പുതിയ പദമാണ്. ആ കോട്ട് വരുന്നത് ഫ്രഞ്ച് പരിസരത്തിൽ നിന്നാണ്. മാൻ ഈസ് എ ന്യൂ വേർഡ്. മനുഷ്യനുണ്ടായിട്ട് ഇങ്ങനെ ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമൊക്കെ പറയാനുണ്ടാകും. പക്ഷേ മനുഷ്യൻ എന്ന പേരിൽ നമ്മളിന്ന് വിവക്ഷിക്കുന്ന വാക്ക് രൂപപ്പെട്ട് അധികം കാലമായിട്ടില്ല. ഞാൻ ഫ്രഞ്ച് പരിസരത്തിൽ നിന്നാണ് അത് വരുന്ന പറയുന്നതിന് കാരണം, പക്ഷേ ലോകത്ത് ആദ്യമായിട്ട് ഈ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് നിലവിളിച്ച ഇടമായിട്ടാണത്. അങ്ങനെയെങ്കിൽ ഈ ചെറിയ കേരളത്തിൽ മനുഷ്യൻ താരതമ്യേന ഒരു പുതിയ പദമാണ്. ഇറ്റ്സ് എ ന്യൂ വേർഡ്. ആ പുതിയ പദം രൂപപ്പെടുത്തുന്നതിന് ഒരുപക്ഷെ മറ്റാരെക്കാളും കൂടുതൽ കൺസ്ട്രക്റ്റീവായിട്ടുള്ള കോൺട്രിബ്യൂട്ടറി ആയിട്ടിരിക്കുന്നത് ഇദ്ദേഹമാണ്. മനുഷ്യൻ എന്ന് പറയുന്ന പദം, മനുഷ്യനിലേക്ക് നോക്കുക. കവികൾ എക്കാലങ്ങളിലും ഉണ്ടായിരിക്കണം. പക്ഷേ ആ ഷിഫ്റ്റ് ആരംഭിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. ഞാൻ വിചാരിക്കും തൊട്ട് മുമ്പ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അയ്യപ്പണിക്കലിലെത്തി അതിന് ഗദ്യകവിതം നമ്മൾ വിളിക്കുന്നത്. പക്ഷെ അത് ശുദ്ധ കവിതയിലേക്ക് തന്നെ ഗദ്യമെന്ന് മനുഷ്യൻ പണ്ട് കരുതിയിരുന്ന കാര്യത്തെ ഇങ്ങനെ യോജിപ്പിച്ചെടുത്തത്, പുതിയൊരു കാവ്യ അനുഭൂതി രൂപപ്പെടുത്തുന്നതൊക്കെ ഇദ്ദേഹമാണ്. ഒരു പുതിയ കാലമാണ്. മനുഷ്യനോട്ട് ശ്രദ്ധിക്കൂ. കൊച്ചു കേരളം എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. അത് സ്വയം പറയുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ വാക്കിനകത്ത് ഇന്ന് അപകടമുണ്ട്. നമ്മൾ തീരെ ചെറുതായിരുന്നു. നമ്മുടെ ലോകവീക്ഷണം കുറവായിരുന്നു. ആ ലോകവീക്ഷണത്തിൻ്റെ നന്ദി കുറിച്ച എഴുത്തുകാരനാണ് ഇദ്ദേഹം. ഇവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ലോകത്തെയാണ് കാണുന്നത്. ഒരാൾ ലോകത്തെ കണ്ടു തുടങ്ങുമ്പോൾ കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. ഞാൻ സുവിശേഷത്തെ പോലൊക്കെ അങ്ങനെയാണ് വായിക്കുന്നത്. ഇങ്ങനെ പൊതുവെ ബൈബിളിനകത്ത് ലോകം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. വലിയ ടെക്സ്റ്റാണ്. പക്ഷേ യേശുവിലേക്ക് എത്തുമ്പോൾ ലോകം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ കണക്കെടുപ്പ് നടത്തുന്നു പറഞ്ഞ് തുടങ്ങുന്ന ഒരു പുസ്തകം അവസാനിക്കുന്നത് ലോകത്തിൻ്റെ അതിരുകളിലേക്ക് പോകാനാണ്. നമ്മുടെ കണക്ക് മനുഷ്യരുടെ ശിരസ് കുനിഞ്ഞു പോയ ഒരു ദേശത്ത് നിന്നുകൊണ്ട് തലയുയർത്താനും ലോകത്തെ കാണാനുമുള്ള കാറ്റലിസ്റ്റ് ആയിട്ടായിരിക്കും ഇദ്ദേഹം ഓർമ്മിക്കപ്പെടുക. മനുഷ്യനെ നോക്കൂ. മനുഷ്യൻ്റെ മീതെ സംഭവിക്കുന്ന എല്ലാം നമുക്കുള്ള അപമാനമാണെന്ന് പിടുത്തം കിട്ടുന്ന ദിവസം തൊട്ട് കാര്യങ്ങൾ വ്യത്യാസമുള്ളതാവുകയാണ്. ഈ വർഷത്തെ നോബൽ സമ്മാനം കിട്ടിയ എഴുത്തുകാരൻ ഒരു തിരക്കഥ എഴുതിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം അത് തന്നെയായിരിക്കണം. ടൂറിൻ ഹോഴ്സ്. എങ്ങനെയാണ് നമ്മുടെ ദേശത്തെ ഒരു മനുഷ്യന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരു മനുഷ്യന് ഭ്രാന്ത് പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണത് ആരംഭിക്കുന്നത്. നീഷയ്ക്കാണ്. നീഷ അന്ന് ഇറ്റലിയിലാണ്. ആരുടെ ഒരു ഗസ്റ്റായിട്ട് വന്നിരിക്കുകയാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ കാണാം ഇങ്ങനെ ഒരു കുതിരയെ അതിൻ്റെ ഒരു ഉടമ ഇങ്ങനെ നന്നായിട്ട് അടിക്കുക. ഇയാൾ പുറത്തേക്ക് ഓടി വരുന്നു. ആ കുതിരയ്ക്കും ഈ മനുഷ്യനുമിടയിൽ ചാഞ്ഞു കിടക്കുന്നു. എന്നിട്ട് തല്ലരുതെന്നും പറഞ്ഞ് ഉറക്കെ സ്ക്രീം ചെയ്യുന്നു. തെരുവിലത് വലിയ പ്രശ്നമുണ്ടാക്കി. ഈ പറഞ്ഞ ഹോസ്റ്റ് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇയാൾ അറസ്റ്റിലാകാതിരുന്നത്. അന്ന് രാത്രിയിൽ നീഷയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. മരിക്കും വരെ ഇവരുടെ ഈ മനുഷ്യൻ അസൈലത്തിലും അസൈലവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരാളുടെ ലോകവീക്ഷണം രൂപപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ വാതിലെന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഞാനൊരു ചെറിയ പുസ്തകത്തിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന വാതിലാണ്. അതിനകത്ത് ആദ്യം എഴുതി ചേർത്തിരിക്കുന്ന ആ വാക്കാണ് ഇങ്ങനെ, ഒരു ദിവസം ഒരാൾക്കിങ്ങനെ വാതിലില്ലാതാവുകയാണ്. വാതിലിന് പാളിയൊന്നുമില്ല. ആ പാളിയില്ലാത്ത വാതിലൂടെ ആരൊക്കെയാണ് വരുന്നത്? മനുഷ്യർ, മരങ്ങൾ, അലഞ്ഞു കിടക്കുന്നവർ, ഗണികകൾ. അപ്പോൾ വലിയ മനുഷ്യപ്പറ്റും വലിയ ലോകവീക്ഷണവും
അതിൻ്റെ ഏറ്റവും ശൈശവാവസ്ഥയിൽ നിന്നിരുന്നൊരു സംസ്കാരത്തിൽ നട്ടുവളർത്തിയ ഒരാചാരം നിലയിൽ അദ്ദേഹത്തെ ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രണമിച്ച വേദപുസ്തകമാണ് എൻ്റെ ഒരു പരിസരം. അതിനകത്തൊരു കുഞ്ഞ് ചോദ്യമുണ്ട്. ഇങ്ങനെ സാവുളെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഇങ്ങനെ കുറച്ചിങ്ങനെ മനുഷ്യ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരാളായിരുന്നു. ഒരു ദിവസം യേശു അയാൾക്ക് പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ്, സാവുളെ, നീ എന്തിനാണ് എന്നെ അടിക്കണ? സാവുൾ ആരെയും അടിച്ചിട്ടില്ല, യേശുവിനെ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടും ഇങ്ങനെയാണ് പുസ്തകത്തിൽ പറയുന്നത്, സാവുളെ, നീ എന്തിനാണ് എന്നെ അടിച്ചത്? അതിൻ്റെ അർത്ഥം ഏതൊരു മനുഷ്യന് മീതെ വീഴുന്ന അപമാനത്തിൻ്റെയും അനീതിയുടെയും അസമത്വത്തിൻ്റെയും ഒക്കെ അടികൾ തൻ്റെ തോളിലാണെന്ന് പിടുത്തം കിട്ടുന്നൊരു വിശ്വബോധം രൂപപ്പെടുകയാണ്, ഒരു ഹ്യൂമൻ ബോഡി രൂപപ്പെടുകയാണ്. ആ ഹ്യൂമൻ ബോഡിയിൽ നിന്നാണ് നമുക്കിങ്ങനെ കവികളെയൊക്കെ പരിചയപ്പെടാൻ പറ്റുന്നത്. ആഫ്രിക്കൻ കവികളും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട കവികളായത്. വിവർത്തനമായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഒരു സബരിയിൽ ഏറ്റവും കൂടുതൽ പ്രണമിക്കേണ്ട ഒരു ഘടകം നമുക്ക് പരിചയപ്പെടുത്തുക. ലോകമെമ്പാടും ഈ പ്രോലറ്റേറിയനായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്, മനുഷ്യർക്ക് വേണ്ടി അലയുന്നവരുണ്ട്, തെരുവുകളിൽ നിന്ന് പാട്ടുപാടുന്നവരുണ്ടെന്നൊക്കെ നമുക്ക് പിടുത്തം കിട്ടി. നമ്മുടെ കുട്ടിക്കാലത്ത് രൂപപ്പെടുത്തുന്നതിനകത്ത് തീർച്ചയായിട്ടും അദ്ദേഹം നൽകിയിട്ടുള്ളൊരു, അദ്ദേഹം രൂപപ്പെടുത്തിയ വല്ലാത്തൊരു സ്പേസ് ഉണ്ട്. നമുക്ക് ഇതിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഈ പുതുക്കുക എന്ന് പറഞ്ഞൊരു കുഞ്ഞു കാര്യത്തിൽ പങ്കുചേരുകയായിരിക്കും നമുക്ക് ഇദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു അർപ്പണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിരന്തരം പുതുക്കിക്കൊണ്ടേയിരിക്കുക. എനിക്ക് തോന്നുന്നു തന്നെ ഇത്രയും പുതുക്കിയ വേറൊരു കവിയില്ല. കവിത എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെ ഈ ഭാവനയുടേതും ഇൻഡ്യൂഷൻ്റെയും ഒക്കെ ഒന്നായിട്ട് മനുഷ്യർ സങ്കല്പിച്ചൊരു കാലത്തിനകത്താണ് കൃത്യമായ നോട്ട് ബുക്ക് എഴുതാൻ രൂപപ്പെടുന്നത്. എന്നും എഴുതുന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാം ഇങ്ങനെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയല്ല, എല്ലാം ഇങ്ങനെ എഴുതുകയാണ്. ഒരു പുതുക്കൽ ആവശ്യമുണ്ട്. ഇത്രയും നവീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മറ്റെവിടെ ഉണ്ടാവത്തില്ല. എനിക്കൊന്ന് പക്ഷേ നമുക്കിപ്പോൾ ധൈര്യമായിട്ട് ലോകഭാവനെക്കുറിച്ച് തന്നെ സംസാരിക്കുക. ലോകഭാവനിൽ തന്നെ ഒരു പക്ഷെ ഉണ്ടാവില്ലെന്ന് ഞാൻ വെറുതെ ആശിക്കുകയാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതുക്കിയില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. അതിങ്ങനെ ക്ലാവ് പിടിക്കും. നമുക്കറിയാം, ഒന്നും ഒരു താരതമ്യത്തിന് വേണ്ടി പറയുന്നതല്ല. ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ള 25 വർഷക്കാലം നമ്മുടെ പ്രിയപ്പെട്ട MT ഒന്നും എഴുതിയിട്ടില്ല. ഒരാൾ എഴുതാതിരിക്കാനും എഴുതാനും ഒക്കെ അയാളുടേതായ സ്വകാര്യ കാരണങ്ങളുണ്ടാകും. പക്ഷെ അദ്ദേഹം എഴുതിയിരുന്നെങ്കിൽ നമ്മൾ ആശിക്കുകയാണ്. ഇങ്ങനെ അവിരാമം, അതതിൻ്റെ വളരെ പ്രാഗ്മാറ്റിക്കായിട്ടുള്ള സെൻസിൽ പോലും എന്തൊരു ബുദ്ധിയുള്ളൊരു ശീർഷകമാണ് ഇങ്ങനെ അവിരാമം. ആനന്ദാണ് പറഞ്ഞത്, നിരന്തരം പുതുക്കിയില്ലെങ്കിൽ ദൈവം സാത്താനായിട്ട് മാറും. ദൈവം, മനുഷ്യൻ, കാഴ്ചപ്പാടുകളൊക്കെ പുതുക്കൽ ആവശ്യപ്പെടുന്നുവെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു നമ്മുടെ ദേശത്തു നിന്നുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് ഈ കൊച്ചുവർത്താനം അവസാനിപ്പിക്കുന്നു. താങ്ക് യു.